ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സ്നേഹത്തിൻ്റെ ശരിയായ പൊക്കം കുരിശാണ്. ദനഹകാലം 2-ാം ഞായർ, സീറോ മലബാർ സഭയുടെ വേദപഞ്ചാംഗം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 21 മുതൽ 30 വരെ വാക്യങ്ങൾ. അവൻ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല. അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഞാൻ പോകുന്ന ഇടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നുണ്ടല്ലോ, ഒരുപക്ഷെ അവൻ തന്നെത്താൻ കൊല്ലുമോ? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവർ, ഞാൻ മുകളിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അവർ അവനോട് പറഞ്ഞു, നീ ആരാണ്? യേശു അവരോട് പറഞ്ഞു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിക്കാനും വിധിക്കാനും എനിക്കുണ്ട്. എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവിടെ നിന്ന് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല. അതിനാൽ യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ലെന്നും പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ അറിയും. എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവിടത്തേക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നതിനാൽ അവിടുന്ന് എന്നെ ഏകനായി വിട്ടിട്ടില്ല. അവൻ ഇക്കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. യേശു പിതാവിങ്കിലേക്ക് തിരിച്ചു പോകുന്നു എന്ന പ്രമേയമാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം അവൻ മുകളിൽ നിന്നുള്ളവനാണ്, അവൻ തിരിച്ചു പോകുന്നു. പിന്നെ മുൾപ്പടർപ്പിൽ വെച്ച് കേട്ട ഞാൻ തന്നെ എന്ന ദൈവനാമം, ഞാൻ യാഹ്വയാണ് എന്ന് വെളിപ്പെടുത്തിയ ദൈവം, ആ യാഹ്വേ നാമധാരി യേശുവാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നു, സ്പഷ്ടമാക്കുന്നു. അതോടൊപ്പം പാപം എന്താണെന്നും മരണം എന്താണെന്നും അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് ഇന്നത്തെ തിരുവചന സുവിശേഷ പാഠം. നമുക്കതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്ന്, അവൻ തന്നെത്താൻ കൊല്ലുമോ? ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു പറയുന്നുണ്ടല്ലോ, ഒരുപക്ഷെ അവൻ തന്നെത്താൻ കൊല്ലുമോ? ആത്മഹത്യ ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന ലോകത്ത് ഒരു പങ്ക് ലഭിക്കുകയില്ല എന്നാണ് യഹൂദരുടെ പ്രബോധനം. യഹൂദ യുദ്ധം എന്ന പുസ്തകത്തില് ഫ്ലാവിയസ് ജോസീഫസ് അതുകൊണ്ട് ഈശോയുടെ സമകാലികനായിട്ട് വരും. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, 3:8-5 എഴുതിയിട്ടുണ്ട്, യഹൂദ യുദ്ധം എന്ന പുസ്തകത്തില് ആത്മഹനനം ചെയ്യുന്നവർക്ക് വരാനിരിക്കുന്ന ലോകത്ത് ഒരു പങ്കും ഉണ്ടാകില്ല. എന്നാൽ യേശുവിൻ്റേത് ആത്മഹനനമല്ല, ആത്മഹത്യയല്ല, മറിച്ച് അത് സ്വതന്ത്രമായി വിട്ടുകൊടുക്കലാണ്. യേശുവിന്റെ മരണം സ്വതന്ത്രമായി വിട്ടുകൊടുക്കലാണ്. ജീവൻ കൊടുക്കാനും തിരികെ എടുക്കാനും എനിക്ക് കഴിവുണ്ട് എന്ന് യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഇടയനെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10:18 ലോകത്തിലെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ അതിന് തത്തുല്യമായ ഒരു ജീവൻ കൊടുക്കണം. മൃഗബലി പോരാ, മൃഗജീവൻ പോരാ. അങ്ങനെ തത്തുല്യമായ ജീവൻ, നിങ്ങളുടെ ആത്മാവിന് പകരമായി നിങ്ങൾ എന്ത് കൊടുക്കും? നിങ്ങളുടെ പ്രാണന് പകരമായി നിങ്ങൾ എന്ത് കൊടുക്കും? കർത്താവ് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രാണന് പകരമായി തന്റെ പ്രാണൻ യേശു സ്വതന്ത്ര മനസ്സോടെ കൊടുക്കുകയാണ്. അങ്ങനെ സ്വതന്ത്ര മനസ്സോടെ കൊടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് പുത്രൻ തമ്പുരാനെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അയച്ചത് പിതാവ്. യോഹന്നാൻ 10:15, ഹെബ്രായ ലേഖനം 10:4-10 ഇത് കാണാം. അപ്പോൾ യേശുവിൻ്റേത് സ്വതന്ത്രമായി വിട്ടുകൊടുക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവിന് ജീവനെടുത്തവരുടെ ഉത്തരവാദിത്തം അതില്ലാതാക്കുന്നില്ല. അക്രമം ചെയ്യുന്നവരാണ് തന്റെ മക്കളെന്ന് തിരിച്ചറിഞ്ഞ ദൈവം തന്റെ പുത്രനെ അയച്ച് ഈ മക്കളുടെ അക്രമങ്ങൾ മുഴുവൻ തന്നിലേക്ക് തന്നെ ആവാഹിച്ച്
അതിനെ റദ്ദ് ചെയ്യാണ്. പാപം ദൈവം തന്റെ ശരീരത്തിലേക്ക് തന്നെ സ്വീകരിച്ച്, പാപത്തിന്റെ ശിക്ഷയായ മരണം തന്റെ ശരീരത്തിലേക്ക് തന്നെ സ്വീകരിച്ച് അതിനെ ക്യാൻസൽ ചെയ്യാണ്. ഇതാണ് വാസ്തവത്തിൽ ദൈവം ചെയ്തത്. അപ്പോ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുകയായിരുന്നു. മനുഷ്യര് അക്രമികളാണ് എന്ന് ദൈവത്തിന് അറിയാം. ആ അക്രമത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ പാപമോചനായി. പിന്നെ നിത്യജീവൻ കൊടുക്കാൻ. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അനുദിന ജീവനല്ല, അനശ്വര ജീവൻ അത് കൊടുക്കാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായി വരുന്നു. അപ്പൊ അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അവൻ തന്നെത്താൻ കൊല്ലുമോ എന്ന് പറഞ്ഞപ്പോൾ യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ തന്നെത്താൻ കൊല്ലുമോ ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾ പറയുന്നത്. ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്. അപ്പൊ എന്താണ് ഈ താഴെ നിന്നുള്ളവൻ, മുകളിൽ നിന്നുള്ളവൻ? കർത്താവ് ആ വചനത്തിന്റെ അടുത്ത ഭാഗത്ത് പറയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ല. താഴെ നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ പാതാളമല്ല, ഈ ലോകമാണ്, ഈ ഭൂമിയാണ്. നരകമല്ല, ഈ ഭൂമിയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. താഴെ നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ പാതാളമാണ്, നരകമാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണെന്ന് കർത്താവ് എടുത്തു പറയുന്നത്. യേശു സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനാണ്, ആത്മാവിന്റെ മനുഷ്യൻ. ഭൂമിയിൽ നിന്നുള്ളവരാണ്, ഭൗമികരാണ് നമ്മൾ മനുഷ്യര്. താഴെ നിന്നുള്ള മനുഷ്യരായ നമ്മെ മുകളിൽ നിന്നുള്ളവനായ യേശു വലയം ചെയ്താൽ മാത്രമേ മുകളിൽ നിന്നുള്ള ജീവൻ, മനുഷ്യരെല്ലാവരും കൊതിക്കുന്ന അമരത്വം, മരിക്കാതിരിക്കല്, അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും സത്യമാണല്ലോ. ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും യുക്തിവാദിയാണെങ്കിലും ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അമരത്വം എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ അമരത്വം, അതായത് മുകളിൽ നിന്നുള്ള ജീവൻ ലഭിക്കണമെങ്കിൽ മുകളിൽ നിന്നുള്ളവനായ യേശു നമ്മെ വലയം ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. അപ്പൊ താഴെ നിന്നുള്ള ജീവികളായ നമ്മള് മുകളിൽ നിന്നുള്ള ആളായ യേശു നമ്മെ വലയം ചെയ്യാൻ അനുവദിക്കണം. അതാ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനുഷ്യന്റെ സൃഷ്ടിയിൽ തന്നെ അക്കാര്യം പരോക്ഷമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ ജീവിയിലേക്ക് ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ പ്രാണൻ, ദൈവത്തിന്റെ ജീവൻ കടത്തിവിട്ടപ്പോഴാണ് മൃഗം മനുഷ്യനായത്. മനുഷ്യനായി ജനിച്ചത് കൊണ്ട് മാത്രം നാം മുകളിൽ നിന്നാകുന്നില്ലെന്നർത്ഥം. അതിന് മുകളിൽ നിന്ന് ഒന്നുകൂടെ ജനിക്കണം. ഈ ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ പ്രാണൻ മണ്ണിലേക്ക് കടത്തിവിട്ടപ്പോഴാണ് മൃഗം മനുഷ്യനാകാൻ തുടങ്ങിയത്. ശരി തന്നെ. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ ശരിക്കും മനുഷ്യരാകുന്നില്ല. ശരിക്കും മനുഷ്യരാകണമെങ്കിൽ മരിക്കാതിരിക്കണം, അതായത് അമരത്വം പ്രാപിക്കണം. അത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രാണൻ, ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് ഒരു പ്രാവശ്യം കൂടി കടക്കണം. അതായത് ആത്മാവിലും ജലത്തിലും നാം പുതുതായി ജനിക്കണം. യോഹന്നാൻ 3:3-3:5. അതിന് മുകളിൽ നിന്നുള്ളവനായ യേശുവിന്റെ ആലിംഗനം കൊണ്ടേ സാധിക്കൂ. ഇതാണ് ഞാൻ വലയം ചെയ്യാന്ന് പറഞ്ഞത്. ഉത്ഥിതനായ യേശുവിന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും മാമോദീസ, അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും വിശുദ്ധ കുർബാന അവന്റെ പാർശ്വത്തിൽ ഒട്ടിച്ചു ചേർക്കപ്പെട്ടാലേ, തോമാസിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ടതുപോലെ നാം ഒട്ടിച്ചു ചേർക്കപ്പെട്ടാലേ ഈ മുകളിൽ നിന്നുള്ള ജനനമാകൂ. അതുകൊണ്ടാണ് മുകളിൽ നിന്നുള്ള ജനനം കാണിക്കാൻ വേണ്ടിയാണ് ഈ മാമോദീസ ജലം യേശുവിന്റെ പാർശ്വത്തിന്റെ മുകളിൽ നിന്ന് നമ്മിലേക്ക് ഒഴുകുന്നത്. ഈ യഹോവ സാക്ഷികള്, പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, അങ്ങനെ കത്തോലിക്ക സഭ വിട്ടുപോയവരൊക്കെ നദിയിലും പുഴയിലും താഴേക്കാണ് ഇറങ്ങണേ, പാതാളത്തിലേക്ക് ഇറങ്ങാണ്. അത് സ്നാപയോഹന്നാന്റെ മാമോദീസയാണ്. അത് യേശു നൽകുന്ന മാമോദീസയല്ല. യേശു നൽകുന്ന മുകളിൽ നിന്നുള്ള ജനനമാണ്. അത് അവന്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലം കൊണ്ടുള്ള പുതുജനനമാണ്. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത്. തീർച്ചയായിട്ടും പുഴയിലിറങ്ങുന്ന തരത്തിലും ചെയ്യാൻ പറ്റും. പക്ഷെ അത് വെഞ്ചരിച്ച വെള്ളം മാറ്റണം. അവിടെ അതായത് ശ്ലൈഹിക കൗതാശ പിന്തുടർച്ചയുള്ള ഒരാള്, അല്ലെങ്കിൽ അതിന് പറഞ്ഞിരിക്കുന്ന സഭ പറഞ്ഞിരിക്കുന്ന കെട്ടിലും മട്ടിലൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നദിയിലെ വെള്ളവും ജീവജലമായിട്ട് മാറും. വെറുതെ പുഴയിൽ മുങ്ങിയാലാകില്ല. ശ്ലൈഹിക പിന്തുടർച്ച ഇല്ലാത്തവരും കൂതാശയുടെ കെട്ടും മട്ടും ഇല്ലാതൊക്കെ ചെയ്താലേ അത് വാലിഡ് ആകില്ലെന്നർത്ഥം. ബുദ്ധിയും സ്നേഹവും സ്വാതന്ത്ര്യം ചേർന്നപ്പോഴാണ് മനുഷ്യരുണ്ടായത്. ആ കാരണത്താൽ തന്നെ സ്വതന്ത്രമായ മനസ്സോടെ ദൈവത്തിനെതിരെ നിൽക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. താഴെ തന്നെ നിന്നാൽ മതി, മുകളിൽ നിന്നുള്ളവന്റെ ആലിംഗനം വേണ്ട എന്ന തീരുമാനമെടുക്കാൻ മനുഷ്യന് കഴിയും.
ദൈവത്തിന്റെ ജീവൻ മനുഷ്യർക്ക് നൽകാനായി വന്ന യേശുവിൽ വിശ്വസിക്കാതെ അവന്റെ വലയം ചെയ്യൽ തിരസ്കരിച്ചാൽ അവർ ഈ പറഞ്ഞ അനശ്വര ജീവൻ കിട്ടാതെ മരണത്തിന് വിധേയരാകും, അധീനരാകും. മനുഷ്യർ മുകളിൽ നിന്ന് ജനിക്കാനായി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നവനാണ് യേശു. പാപമയമായ ലോകത്തിൽ നിന്ന് മനുഷ്യരെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ്, രക്ഷിക്കുകയാണ് ഈശോയുടെ ദൗത്യം തന്നെ. ഈശോ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടു. അതുപോലെ മനുഷ്യരെ ദൈവത്തോളം ഉയർത്താനാണ് അവൻ വന്നത്. ഞാൻ മുകളിൽ നിന്ന് വന്നത് താഴെയുള്ളവരെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. ഈ ഉയർത്തപ്പെടൽ എവിടെയാണ്? ഈ ഉയർത്തപ്പെടൽ ആദ്യം നടക്കുന്നത് കുരിശിലാണ്. കുരിശിലേക്ക് ഉയർത്തപ്പെടുന്നതിലൂടെ മാത്രമേ നമുക്ക് യേശുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാൻ കഴിയൂ. യേശുവിനോടൊപ്പം കുരിശിലേക്ക് ഉയർത്തപ്പെട്ടാൽ മാത്രമേ അവനോടൊപ്പം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാൻ കഴിയൂ. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. വളരെ പ്രധാനപ്പെട്ട വചനമാണിത്. ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ ഞാൻ തന്നെ, എന്താണ് ഈ ഞാൻ തന്നെ? നമുക്കറിയാം, അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് പോകുന്നത് മുൾപ്പടപ്പിന്റെ കഥയിലേക്കാണ്. ഞാൻ തന്നെ എന്ന് കർത്താവ് തന്റെ നാമോട് വെളിപ്പെടുത്തി. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുൾപ്പടപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ യെശയ്യായുടെ പാഠത്തിലേക്ക് കൂടിയാണ്. അപ്പൊ നമുക്കത് നോക്കാം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. ആദ്യമായി ഓർക്കേണ്ടത് ശരീരത്തിന്റെ മരണത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ജീവശാസ്ത്രപരമായ ജീവനുള്ളതെല്ലാം മരിക്കണം. പക്ഷെ അതല്ലാതെ ഒരു മരണമുണ്ട്. ആത്മീയ മരണം എന്നൊക്കെ പറയും, പക്ഷെ അത് യഥാർത്ഥ മരണം തന്നെയാണ്. ദൈവത്തിൽ നിന്ന് പാപികളെ ഇങ്ങനെ അനിശ്ചിത കാലത്തേക്ക് വേർതിരിക്കുന്നതാണ്. അതായത് അവസാനിക്കാത്ത കാലത്തോളം വേർതിരിക്കുന്നതാണ് ഈ മരണം എന്ന് പറയണേ. അത് ദൈവത്തിൽ നിന്ന് ഇങ്ങനെ മാറി ജീവിച്ചാൽ നമുക്ക് മാറ്റാനൊക്കാത്ത ഒരു വിധിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ കർത്താവ് ഇവിടെ എന്താണ് പാപം എന്ന് വെളിപ്പെടുത്താണ്. അവിശ്വാസമാണ് പാപം. അവിശ്വാസം. നിരീശ്വരന്മാർ പാപികളാണ് എന്നല്ല അതിന്റെ പ്രഥമമായ അർത്ഥം. മുകളിൽ സൂചിപ്പിച്ച തരത്തിലുള്ള ഈ ഈശോയിൽ ജനിക്കുക എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ജനിക്കാത്തവരൊക്കെ ഈ പാപത്തിലാണ്, ഈ അവിശ്വാസത്തിലാണ്. യേശു വെളിപ്പെടുത്തിയ ഏകസത്യ ദൈവത്തെ മനസ്സിലാക്കുകയും ആ ദൈവത്തോടൊപ്പം ഒരു നിലപാട് എടുക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം. യേശു വെളിപ്പെടുത്തിയ ഏകസത്യ ദൈവത്തെ മനസ്സിലാക്കുകയും ആ ദൈവത്തോടൊപ്പം ഒരു നിലപാട് എടുക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം. ഈ നിലപാട് ബയോളജിക്കൽ ജീവൻ അതീതമായ ജീവൻ, ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവൻ മനുഷ്യർക്ക് നൽകുന്നു. കാരണം ദൈവത്തോടൊപ്പം നിലപാട് എടുക്കുന്നവരെ ദൈവത്തിന്റെ സ്നേഹം ആവരണം ചെയ്യുന്നു. ആ സ്നേഹമാകട്ടെ മരണത്തെക്കാൾ ശക്തമാണ്. ഉത്തമഗീതം 8:6. ആ ജീവനെ സ്പർശിക്കാൻ മരണത്തിന് കഴിയില്ല. സ്നേഹം മരണത്തെക്കാൾ ശക്തം. അപ്പൊ സ്നേഹത്താൽ വലയം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ജീവനിലാകും. ആ ദൈവത്തിന്റെ ജീവനെ സ്പർശിക്കാനുള്ള ശക്തി മരണത്തിനില്ല. അപ്പോൾ എന്താണ് അവിശ്വാസം? ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക. ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക. ദൈവത്തെ അറിയുന്നത് നമ്മൾ വസ്തുക്കൾ അറിയുന്നത് പോലെയല്ല, സ്നേഹബന്ധത്തിലൂടെയാണ്. ഇപ്പൊ നമ്മൾ മനുഷ്യരെ അറിയുന്നതും ലബോറട്ടറിയിൽ പരീക്ഷണശാലയിൽ കൊണ്ടുപോയിട്ടല്ലോ. ഭാര്യയും ഭർത്താവും പരസ്പരം അറിയുന്നത് എങ്ങനെയാ? ലബോറട്ടറിയിൽ കൊണ്ട് പരിശോധിച്ചിട്ടാണോ? വസ്തുക്കൾ അറിയുന്നത് പോലെയാണോ ബന്ധങ്ങൾ അറിയുന്നത്, ബന്ധത്തിലുള്ളവരറിയുന്നത്? ആ അറിവ് സ്നേഹത്തിലൂടെയാണ്. സ്നേഹത്തിലൂടെ ഒരു ബന്ധം സൃഷ്ടിച്ചിട്ടാണ്. അപ്പൊ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയും അവനോടൊപ്പം ഒരു നിലപാട് എടുക്കാതിരിക്കുകയും ചെയ്യുക, അതാണ് വിശ്വാസം. ദൈവവുമായി ബന്ധം സ്ഥാപിക്കാതിരിക്കുക, അവനോടൊപ്പം ഒരു നിലപാട് എടുക്കാതിരിക്കുക, രണ്ടും അവിശ്വാസത്തിന്റെ ഭാഗങ്ങളാണ്. അങ്ങനെയുള്ളവരെ ദൈവത്തിന്റെ സ്നേഹത്തിന് വലയം ചെയ്യാൻ കഴിയാത്തതിനാൽ ബയോളജിക്കൽ ജീവനെ, ജീവശാസ്ത്രപരമായ ജീവനെ അതിശയിക്കുന്ന സമൃദ്ധമായ ജീവൻ അവർക്ക് ലഭിക്കാതെ പോകുന്നു. അതാണ് ഈ പറഞ്ഞ മരണം. മറ്റെല്ലാ വൈയക്തിക പാപങ്ങളും ഇപ്പം നമ്മൾ ചെയ്യുന്ന, ഇപ്പം ദേഷ്യപ്പെടുന്നു, മറ്റു പാപങ്ങൾ ചെയ്യുന്നു, ഇപ്പം നുണ പറയുന്നു, ഇങ്ങനെ അതെല്ലാം വ്യക്തിപരമായ പാപങ്ങൾ, വൈയക്തിക പാപങ്ങൾ, എല്ലാ പാപങ്ങളും അവിശ്വാസം എന്ന മൂലപാപത്തിന് ഉത്ഭവിക്കുന്നു. ദൈവത്തെ അറിയാൻ ശ്രമിക്കാതിരിക്കുക,
അല്ലേ? ദൈവത്തെ അറിയണ്ടെന്ന് തോന്നുക, ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കാതിരിക്കുക, ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാലും അവനോടൊപ്പം നിലപാട് എടുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഇതാണ് അവിശ്വാസം. ഈ മൂലപാപത്തിൽ നിന്നാണ് മറ്റെല്ലാ വൈയക്തിക പാപങ്ങളും ഉത്ഭവിക്കുന്നത്. അപ്പോൾ അത് മരണത്തിന് കാരണമാകും. മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടുക, എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടുക. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഞാൻ തന്നെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തിയ നാമത്തിലേക്കാണ് സൂചന. പുറപ്പാട് 3:14. ഇന്നത്തെ ആദ്യത്തെ വായന അതാണ്. യേശുവാണ് ദൈവനാമധാരി എന്ന് അംഗീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വിശ്വസിക്കണം, അറിയണം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞവളൊക്കെ ബന്ധം സ്ഥാപിക്കണം, ഇല്ലേ? അറിയണം, അതാണ് ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് യേശു ഊന്നി പറയാണ്. എന്ന് വെച്ചാൽ യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് യെശയ്യായുടെ പുസ്തകത്തിൽ 43-ാം അധ്യായം 10-11 വാക്യങ്ങളിലേക്കാണ്. നിങ്ങൾ അറിയുകയും എന്നെ വിശ്വസിക്കുകയും ഞാൻ തന്നെ ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസനുമാകുന്നു. യെശയ്യായുടെ പുസ്തകം 43:10. നിങ്ങൾ അറിയുകയും എന്നെ വിശ്വസിക്കുകയും ഞാൻ തന്നെ എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസനുമാകുന്നു. 43:11 യെശയ്യാ വായിക്കുകയാണ്, ഞാൻ തന്നെ യാഹ്വേ, ഞാനല്ലാതെ ഒരു രക്ഷകനില്ല. ഞാൻ തന്നെ യാഹ്വേ, ഞാനല്ലാതെ ഒരു രക്ഷകനില്ല. യെശയ്യാ 43:11. ഇതാണ് യേശു ഇപ്പോ ഇവിടെ പറയുന്നത്. അപ്പൊ യേശു പറയില്ലേ, ഞാൻ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഞാനാണ് യാഹ്വേ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. വളരെ ശക്തമാണല്ലോ ഈ വചനം. അപ്പൊ ഈ ഞാൻ തന്നെ, യോഹന്നാന്റെ സുവിശേഷത്തില് 2 തരം സൂക്തങ്ങളുണ്ട്, മൊഴികളുണ്ട്. യേശുവിന്റെ ഐ ആം സേയിങ്സ് എന്ന് പറയും. 2 തരത്തിലുള്ളത്. ഞാൻ എന്നുള്ള കർത്താവ് വരുന്ന സബ്ജക്റ്റ് വരുന്ന 2 തരത്തിലുള്ള വചനങ്ങളുണ്ട്. ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, ഞാൻ ആണ് സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ ആണ് നല്ല ഇടയൻ. ഇങ്ങനെയുള്ള ഞാൻ എന്ന വാക്കിന്റെ ഉള്ളടക്കത്തെ വിശദമാക്കുന്നതാണ് ഈ ആദ്യത്തെ ഗണം ഞാൻ ഭാഷണങ്ങൾ. അത് യോഹന്നാൻ സുവിശേഷം 6:48 നമുക്ക് നന്നായിട്ട് കാണാം. ഞാൻ ജീവന്റെ അപ്പം, ഇല്ലേ? അത് പറയുന്നതൊക്കെ. രണ്ടാമത്തെ ഗണത്തിലുള്ളത് ഞാൻ തന്നെ, അല്ലെങ്കിൽ ഞാനാണ്, ഐ ആം, അവനാണ് ഞാൻ, ഐ ആം ഹീ. ഇങ്ങനെ പറയുന്ന വാക്കുകളാണ്. ഞാൻ തന്നെ, ഐ ആം, അല്ലെങ്കിൽ ഞാനാണ്, അല്ലെങ്കിൽ ഞാനാണ് അവൻ, ഐ ആം ഹീ. ഇത് ഇങ്ങനെ പറയുന്നത് യേശു പലപ്പോഴും തന്നെ ആവിഷ്കരിച്ചത് ഇങ്ങനെയാണ്. യോഹന്നാൻ 4:26, 8:24, 8:58, 13:19, 18:6. കത്തോലിക്ക സഭയുടെ മതബോധനം 23-ാം ഖണ്ഡത്തിൽ അത് വകുപ്പിൽ ഇത് ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ജീവജലത്തിന്റെ ഉറവ താനാണെന്ന് യേശു കൂടാരത്തിരുന്നാളിന്റെ സന്ദർഭത്തിൽ അവതരിപ്പിച്ചിരുന്നു. യോഹന്നാൻ സുവിശേഷം 7:37-39. അപ്പോൾ ഒരു വിവാദം ഉടലെടുത്തു. യേശുവിന്റെ തിരുവചനം ജനങ്ങളുടെ ഇടയിൽ വിഭജനമുണ്ടാക്കി. കാത്തിരുന്ന പ്രവാചകൻ യേശു തന്നെയോ എന്ന് ചിലർ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ ചിലർക്ക് സംശയമായി, ഗലീലയിൽ നിന്ന് ഒരു പ്രവാചനം വരുന്നില്ലെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. യോഹന്നാൻ 7:40, 7:52. ആ ഘട്ടത്തിൽ യേശു അവരോട് പറയുന്നു, ഞാൻ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നിങ്ങൾക്കറിഞ്ഞുകൂടാ. കാരണം നിങ്ങൾക്ക് എന്നെയോ എന്റെ പിതാവിനെയോ അറിഞ്ഞുകൂടാ. 8-ാമത്തെ അധ്യായം യോഹന്നാൻ 8:14-19, 14-19. എന്നിട്ട് യേശു കൂട്ടിച്ചേർക്കാണ് 8:23 ഇന്നത്തെ സുവിശേഷത്തില്, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ ലോകത്തിൻ്റെതാണ്, ഞാൻ ലോകത്തിൻ്റെതല്ല. തുടർന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ്, ഞാനാണ് അവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യോഹന്നാൻ 8:24. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം മോശയെ വിളിക്കുന്ന രംഗത്ത് അർത്ഥം പിടികെട്ടാൻ എളുപ്പമല്ലാത്ത യാഹ്വേ എന്ന നാമം വെളിപ്പെടുത്തുന്നു. പുറപ്പാട് 3:14. മുൾപ്പടർപ്പിൽ നിന്ന് സംസാരിച്ച ദിവ്യ ഭാഷകൻ ആ നാമത്തിന്റെ വിശദീകരണം ഇങ്ങനെ നൽകി, ഞാൻ തന്നെ. ദൈവം ഞാൻ തന്നെ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. സത്യദൈവം, ഏക സത്യദൈവം. അവനാകുന്നു, ഹി ജസ്റ്റ് ഈസ്. അവനാണ്, അവനായിരിക്കുന്നു, അവന് അവിടെയുണ്ട്. വേറൊരു വിശദീകരണം ആവശ്യമില്ല. അവൻ അവിടെ എപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. മനുഷ്യർക്ക് വേണ്ടി അവൻ എപ്പോഴും അവിടെയുണ്ട്.
ഇന്നലെയും ഇന്നും നാളെയും എപ്പോഴും അവൻ അവിടെയുണ്ട്. ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് അതിന്. ഈ യെശയ്യാ പ്രവാചകൻ തന്റെ ഹൃദയ കോവിലിൽ പൂജിച്ച് ആരാധിച്ച ഈ മുൾപ്പറപ്പ് കഥയുടെ സന്ദേശം ഒരിക്കൽ കൂടി എടുത്ത് പുതിയൊരു ദിശയിൽ അതിന് വികസിപ്പിച്ച് ഇങ്ങനെ അവതരിപ്പിച്ചു. കർത്താവ് പറയുന്നു, ഞാനാണ് അവൻ എന്ന് നിങ്ങൾ അറിയുന്നതിനും വിശ്വസിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസന്മാരായ സാക്ഷികളാണ് നിങ്ങൾ. എനിക്ക് മുമ്പ് ഒരു ദേവനും ഉണ്ടായിരുന്നില്ല, എനിക്ക് ശേഷം ഒരു ദേവനും ഉണ്ടാകാനുമില്ല. ഞാനാണ് യാഹ്വേ, ഞാനല്ലാതെ വേറെ രക്ഷകനില്ല. യെശയ്യാ 43:10-11. മുൾപ്പടർപ്പ് രംഗത്ത് പ്രമാണവാക്യമായിരുന്നത് ഞാനാണ് യാഹ്വേ എന്നായിരുന്നു. ഞാനാണ് യാഹ്വേ. അതിപ്പോൾ കാച്ച് കുറുക്കി യെശയ്യാ അവതരിപ്പിക്കുകയാണ്, ഞാനാണ് അവൻ. ഹീബ്രു ഭാഷയില് അനിഹു ഞാനാണ് അവൻ. ഞാനാണ് ഹു അവൻ, ഞാനാണ് അവൻ. ഞാൻ അവൻ എന്നേ ശരിക്ക് പറഞ്ഞാലേ തർജ്ജമയുള്ളൂ. ഹു ഞാൻ അവൻ, ഞാനാണ് അവൻ. ഐ ആം ഹി, ഐ ഹി ഞാൻ അവൻ, അല്ലെങ്കിൽ ഞാനാണ് അവൻ. ഐ ആം ഹി, ഞാൻ തന്നെ. ഐ ആം ഒരു രഹസ്യമായി അത് സ്വയം നിലനിൽക്കുകയാണ്. ഈ ഞാനാണ് അവൻ, ഞാൻ തന്നെയാണ്. ഒരു രഹസ്യം ആത്മകഥയില്ലേ ആ വെളിപാടിന്? പക്ഷെ അതേസമയം അതിന്റെ അർത്ഥം വ്യക്തമാകുന്നു. ഇസ്രായേലിന്റെ ദൈവം മാത്രമല്ല അവൻ, ഒരു ജനത്തിന്റെയോ ഭൂപ്രദേശത്തിന്റെയോ ദേവനല്ല അവൻ. അവിടുന്ന് കേവല ദൈവമാണ്, സർവപ്രപഞ്ചത്തിന്റെയും ദൈവമാണ്. എല്ലാ ദേശങ്ങളും ആകാശവും ഭൂമിയും അവിടത്തേക്ക് സ്വന്തമാണ്. എല്ലാവരുടെയും ഗുരുവായ ദൈവമാണവൻ, എല്ലാവരുടെയും രക്ഷകനായ ദൈവമാണവൻ. വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത യഥാർത്ഥ ദൈവം അവൻ മാത്രമാണ്. അവനാണ് അവൻ, ഞാനാണ് അവൻ. ആ യഥാർത്ഥ ദൈവം തങ്ങളുടെ ദൈവമാണ് എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്ന നിമിഷമായിരുന്നു അത്. അപ്പോൾ മുൾപ്പടർപ്പിൽ നിന്ന് കേട്ട ഞാൻ തന്നെ എന്ന നാമത്തിന്റെ പൊരുളടരുകള് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ഈ ദൈവം കേവലം ആകുന്നവനാണ്. ദിസ് ഗോഡ് ജസ്റ്റ് ഈസ്. ആയിക്കൊണ്ടിരിക്കുകയല്ല, മാറിക്കൊണ്ടിരിക്കുകയല്ല. അന്നും ഇന്നും എന്നും ഒരേപോലെ ആയിരിക്കുന്നവനാണ്. ഞാൻ തന്നെ എന്ന് യേശു പറയുമ്പോൾ ഈ ദൈവിക വെളിപാടെടുത്ത് ഒരു ചാല് കീറി അത് തന്നിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്, തനിക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, തന്നെ ആവിഷ്കരിക്കുകയാണ്, തന്നെ വെളിപ്പെടുത്തുകയാണ്. യേശു തന്റെ അഖണ്ഡതയും അതുല്യതയും അനന്യതയും ഏകത്വവും ആണ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത്. അവനിൽ, യേശുവിൽ ദൈവത്തിന്റെ ഏകത്വത്തിന്റെ രഹസ്യം വ്യക്തിപരമായി സന്നിഹിതമാണ്. ഞാനും പിതാവും ഒന്നാണ്. യോഹന്നാൻ 10:30. ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞപ്പോൾ പിതാവിന് ഞാൻ എന്നതിനൊപ്പം തന്നെ പ്രതിഷ്ഠിക്കുകയല്ല, പിതാവിലേക്ക് കൈ ചൂണ്ടുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ തന്നെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. ഞാനാണ് അവൻ ദൈവം, ഞാനാണ്. അപ്പോ അവനിലേക്ക് കൈ ചൂണ്ടുന്നു, തന്നെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും അടങ്ങിയിരിക്കുന്നത്? പിതാവും പുത്രൻ തമ്മിലുള്ള അവിഭാജ്യതയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഞാനാണ് അവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കെന്ന് പറഞ്ഞാൽ, ദൈവപിതാവും പുത്രൻ തമ്മിലുള്ള അവിഭാജ്യത നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പുത്രനായതുകൊണ്ട് പിതാവിന്റെ ആത്മനാമം, സെൽഫ് ഡെസിഗ്നേഷൻ, തന്റെ സ്വന്തം അധരങ്ങൾ കൊണ്ട് ഉച്ചരിക്കാൻ പുത്രൻ തമ്പുരാന് സകല അവകാശമുണ്ട്. പുത്രനായതുകൊണ്ട് പിതാവിന്റെ ആത്മനാമം യാഹ്വേ, സെൽഫ് ഡെസിഗ്നേഷൻ, തന്റെ സ്വന്തം അധരങ്ങൾ കൊണ്ട് ഉച്ചരിക്കാൻ അവന് എല്ലാ അവകാശമുണ്ട്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യോഹന്നാൻ 14:9. അത് അത്രമേൽ സത്യമായിരിക്കുന്നത് കൊണ്ട് വിപരീത ദിശയില് പിതാവിന്റെ ആത്മാഭിധാനത്തിന്റെ സെൽഫ് ഡെസിഗ്നേഷൻ, ആത്മനാമം, വാക്കുകൾ പുത്രൻ എന്ന തന്റെ സ്വന്തം നാമത്തെ സംസാരിക്കാൻ യേശുവിന് അധികാരമുണ്ട്. പിതാവിന്റെ ആത്മാഭിധാനം, സെൽഫ് ഡെസിഗ്നേഷൻ, ആത്മനാമം, ആ വാക്കുകൾ പുത്രൻ എന്ന തന്റെ സ്വന്തം നാമത്തില് സംസാരിക്കാൻ യേശുവിന് അധികാരമുണ്ട്. പിതാവിന്റെ സെൽഫ് ഡെസിഗ്നേഷൻ അല്ലേ, സ്വയം വെളിപ്പെടുത്തുന്ന നാമം യാഹ്വേ, പുത്രൻ എന്ന സ്വന്തം നാമത്തില്, പുത്രൻ തന്റെ സ്വന്തം നാമത്തില് സംസാരിക്കാൻ പുത്രൻ അധികാരമുണ്ടെന്നർത്ഥം.
എന്ന് വെച്ചാൽ വെളിപാടിന്റെ പ്രമാണവാക്യമായ ഞാൻ തന്നെ യേശു ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചേർക്കുകയാണ് ഇത് മനസ്സിലാക്കാൻ. നിങ്ങൾ മനുഷ്യപുത്രൻ ഉയർത്തി കഴിയുമ്പോൾ ഞാനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. 8:28 ഇന്നത്തെ സുവിശേഷത്തിലുള്ളത്. നിങ്ങൾ മനുഷ്യപുത്രൻ ഉയർത്തി കഴിയുമ്പോൾ ഞാനാണ് അവനെന്ന് നിങ്ങൾ തിരിച്ചറിയും. അവന്റെ പുത്രത്വം, അതായത് പിതാവുമായുള്ള അവന്റെ ഏകത്വം, അദ്വൈതം എന്നൊക്കെ വേണേൽ പറയാം, ഏറ്റവും തെളിഞ്ഞു കാണുന്നത് കുരിശിലാണ്. യേശുവിന്റെ പുത്രത്വം, അതായത് പിതാവുമായുള്ള അവന്റെ ഏകത്വം, അദ്വൈതം എന്ന് പറയാവുന്നത് ഏറ്റവും തെളിഞ്ഞു കാണപ്പെടുന്നത് കുരിശിലാണ്. കുരിശാണ് ശരിയായ ഉയരം. പുത്രത്വം നമുക്ക് കാണാവുന്ന തരത്തിൽ ഉയർത്തപ്പെടുന്നത് കുരിശിലാണ്. അപ്പൊ സ്നേഹത്തിന്റെ ശരിയായ പൊക്കം കുരിശാണ്. അവസാനം വരെ എത്തുന്ന സ്നേഹത്തിന്റെ ഉയരമാണത്. അവസാനം വരെ എത്തുന്ന, അതായത് രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹത്തിനെയാണ് അവസാനം വരെയുള്ള സ്നേഹം എന്ന് പറയണേ. രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹം, ആ സ്നേഹത്തിന്റെ ഏറ്റവും ദൃഷ്ടിഗോചരമായ പൊക്കമാണ് കുരിശ്. സ്നേഹം തന്നെയായ ദൈവത്തിന്റെ ഉയരത്തിലേക്ക് യേശു ഉയർത്തപ്പെടുന്നത് കുരിശിലാണ്. സ്നേഹം തന്നെയായ ദൈവത്തിന്റെ ഉയരത്തിലേക്ക് യേശു ഉയർത്തപ്പെടുന്നത് കുരിശിലാണ്. അവിടെയാണ്, കുരിശിലാണ്. അവിടെ വെച്ചാണ് അവന് ശരിക്കും മനസ്സിലാകൂ, അറിയാനാകൂ. ഞാനാണ് അവൻ എന്നറിയാൻ കഴിയുന്നത് കുരിശിലാണ്. അതിനാൽ കത്തുന്ന മുൾപടർപ്പ് കുരിശാണ്. കുരിശാണ് കത്തുന്ന മുൾപടർപ്പ്. ഏറ്റവും ഉയർന്ന വെളിപാടിന്റെ അവകാശവാദം, ഞാൻ തന്നെ എന്ന് യേശു അവകാശപ്പെടുന്നത്, യേശുവിന്റെ കുരിശും ആ അവകാശവാദവും യേശുവിന്റെ കുരിശും വേർതിരിക്കാൻ പറ്റാത്ത തരത്തിൽ, അവിഭാജ്യമായ തരത്തിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് വെറുമൊരു ഭാവനയോ കാൽപ്പനികതയോ അല്ല. നമുക്ക് വേണ്ടി ചരിത്രത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ യാഥാർത്ഥ്യമാണ് ഈ കുരിശില്. തന്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണെന്നും, നിങ്ങൾ താഴെ നിന്നുള്ളതാണെങ്കിൽ ഞാൻ മുകളിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്, താൻ തന്നെ ദൈവമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് യേശു വീണ്ടും പറയാണ്, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട്, ഞാനാണ്. ഇതേ അധ്യായത്തിൽ 8:58, യോഹന്നാൻ 8:58. ഞാനാണ്, കേവലം ഞാനാണ് എന്ന പദസന്ധി എല്ലാ നിഗൂഢതകളോടും രഹസ്യങ്ങളോടും കൂടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് യേശുവിന്റെ രൂപത്തില്. തീർച്ചയായിട്ടും അബ്രഹാം അസ്തിത്വത്തിൽ വരുന്നതിന് മുൻപ് യേശു ഉണ്ടായിരുന്നുവെന്ന ആ പദസന്ധിയിൽ നാം മനസ്സിലാക്കുന്നു. പക്ഷേ എങ്കിലും ആ പദത്തിന്റെ നിഗൂഢതകൾ അവസാനിക്കുന്നുണ്ടോ? അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്നോ ഞാനാണ് എന്നോ തർജ്ജമ ചെയ്യാം. ഐ ആം ബിഫോർ എബ്രഹാം വാസ് ഐ ആം. ഞാനുണ്ട് എന്നോ ഞാനാണ് എന്നോ പറയാം, തർജ്ജമ ചെയ്യാം. അപ്പം അബ്രഹാമിന് മുമ്പ് ഉണ്ടായിരുന്നവനാണ്, പൂർവാസിത്വമുള്ളവനാണ് എന്ന അർത്ഥമുണ്ട്. എന്നാൽ ഞാനാണ് എന്ന നിഗൂഢതയുണ്ട്, ദൈവനാമത്തിന്റെ നിഗൂഢത. എന്ന് വെച്ചാൽ ജനനത്തിന്റെയും മരണത്തിന്റെയും ലോകത്തിലാണ് നമ്മൾ. അതിന്റെ വിരുദ്ധ ധ്രുവത്തിലാണ് യേശുവിന്റെ ഞാൻ തന്നെ നിലയുറപ്പിക്കുന്നത്. അത് അവന്റെ ഉണ്മ എന്ന് പറഞ്ഞാൽ ബീയിങ്, അവന്റെ സത്ത, അവന്റെ സ്വത്വം. ആ ഉണ്മയിലേക്ക് വരികയും ഉണ്മയിൽ നിന്ന് മറഞ്ഞു പോകുകയും ചെയ്യുന്ന നമ്മൾ ഉണ്മയിലേക്ക് വരുന്നു, ഉണ്മയിൽ നിന്ന് മറഞ്ഞു പോകുന്നു. അതാണ് നമുക്ക് സംഭവിക്കണേ. എന്നാൽ അതിന്റെ വിപരീത ദിശയിലുള്ള യേശു ഞാൻ തന്നെ അവൻ എന്ന് പറയുമ്പോൾ അവൻ എന്നും ആ ഉണ്മയിലാണ്. അവൻ ആരംഭമോ അവസാനമോ ഇല്ല, അവൻ എന്നും നിലനിൽക്കുന്നു. അവനാണ്. അബ്രഹാമിന് മുമ്പ് യേശു ജീവിച്ചിരുന്നുവെന്ന് മാത്രമല്ല അതിനർത്ഥം. അബ്രഹാത്തിന്റെ ഉണ്മയുടെ സ്വഭാവമല്ല യേശുവിന്റെ ഉണ്മയുടെ പ്രകൃതം എന്നാണ്. യേശുവിന്റെ ഉണ്മ മാനുഷികമായ ജനസിൽപ്പെട്ടതല്ല. മാനുഷികമായ ഇനത്തെ കവച്ചു വെക്കുന്ന ഉണ്മയുടെ തീർത്തും അതുല്യമായ മട്ടും മാതിരിയുമാണ് യേശുവിൻ്റെത്. യേശുവിന്റെ ഉണ്മ മാനുഷികമായ ജനസിൽപ്പെട്ടതല്ല. യേശുവിന്റെ ഉണ്മ ദൈവികമാണ്, അവൻ ദൈവമാണ്. അപ്പൊ ഞാൻ തന്നെ, ഞാൻ യാഹ്വേ വെളിപ്പെടുത്തിയ ആ നാമം ഉപയോഗിച്ചിട്ട് യേശു തന്നെ വെളിപ്പെടുത്തുക. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. നമ്മുടെ മനസ്സിലേക്ക്, ഇതിപ്പോൾ ദൈവശാസ്ത്രം ഇച്ചിരി കട്ടിയായ ദൈവശാസ്ത്രമാണ്, അങ്ങനെയാണ് കർത്താവ് വെളിപ്പെടുത്തിയത്, അതുകൊണ്ട് കട്ടിയായി പോയത്. ഞാനത് പരമാവധി ഇങ്ങനെ മനസ്സിലാകുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന സംഗതി എന്തായിരിക്കും? ആദ്യം കർത്താവിന്റെ വാക്കൻസ് ആദ്യം മരിക്കാൻ സാധ്യതയുള്ളവരാരാണ്? യഹോവ സാക്ഷികൾ.
യഹോവയുടെ സാക്ഷികൾ അവരെന്താ പറയുന്നത്? യേശു ദൈവമല്ല. യഹോവ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് പഴയ നിയമത്തിൽ ദൈവം. ഞാനാണെന്ന് പറഞ്ഞ ഞാനാണ്. എഹിയെ അഷറഹിയെ, അതാണ് ഹീബ്രുവില്. ഹി ഈസ്, ഞാനാണെന്നുള്ളത് അത് നമുക്കറിയാം. ഞാൻ ആയി അല്ലേ? ഹി ഈസ് തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ഐ ആം, ഞാൻ. ഹി ഈസ്, അതാണ് യാഹ്വേ. ഹി ഈസ്, ഐ ആം അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഹി ഈസ് തേർഡ് പേഴ്സൺ. അപ്പോ എഹിയെ അഷറഹിയെ അത് ഫസ്റ്റ് പേഴ്സൺ ആണ്. ഞാൻ തന്നെ. അത് തേർഡ് പേഴ്സൺ ആക്കുമ്പോൾ ഹി ഈസ് എന്നാണ്. ഹി ഈസ് അതിന്റെ ഹീബ്രു ആണ് യാഹ്വേ. ഹി ഈസ് അതല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ ആം ഹി, ഞാനാണ് അവൻ. ഞാനാണ് അവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ആദ്യം മരിക്കാൻ പോകുന്നത് മുസ്ലിംസും ഹിന്ദുക്കളും ഒന്നുമല്ല, യഹോവ സാക്ഷികളാണ്. കാരണം അവര് ബൈബിൾ അറിഞ്ഞിട്ടും യേശുവിന് ദൈവത്തെ നിഷേധിക്കുകയാണ്. അതിനാൽ ആദ്യം ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് നിൽക്കുന്നത് യഹോവയുടെ സാക്ഷികളാണ്. യേശു ഞാൻ തന്നെ, ഞാനാണ് യാഹ്വേ എന്ന് ഇത്രമാത്രം വെളിപ്പെടുത്തിയിട്ടും, പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടും അതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന തരത്തിൽ യഹോവയുടെ സാക്ഷികൾ നടക്കുകയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് ആദ്യം വിച്ഛേദിക്കപ്പെട്ട് മരണത്തിൽ നിൽക്കുന്നവര് യഹോവയുടെ സാക്ഷികളാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഇവരൊക്കെ. അവരോട് നിങ്ങൾ ഈ കാര്യം പറയണം. ചുരുങ്ങിയ പെട്ടെന്ന് നമുക്കിത് പറയാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം, കേൾക്കാൻ പറയൂ. ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടല്ലോ എന്ന് പറയൂ. നമുക്കൊരു സുവിശേഷ പ്രഘോഷണ ദൗത്യമുണ്ടല്ലോ. അത് മറ്റ് മതസ്ഥരോട് മാത്രമല്ല, നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയി മരണത്തിൽ നിൽക്കുന്ന യഹോവ സാക്ഷികളോടും, പിന്നെ അത്രയും അങ്ങോട്ട് മരണത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും കത്തോലിക്ക സഭയിൽ നിന്ന് പോയി ഈ കർത്താവിന്റെ പാർശ്വത്തിൽ, തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ജീവജലത്താലും ജീവരക്തത്താലും ഒട്ടിച്ച് ചേക്കപ്പാടെ നിൽക്കുന്ന സ്നാപി സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്തക്കാരുണ്ട്, ദൈവസഭക്കാരുണ്ട്. അപ്പൊ അവരെയും കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഗണത്തിൽപ്പെടാത്ത ആടുകളും നമുക്കുണ്ട് എന്ന് കർത്താവ് പറഞ്ഞത്. നമ്മളും ഇടയന്മാരാണ്. മെത്രാന്മാരും അച്ഛന്മാരും മാത്രമല്ല ഇടയന്മാര്, നമ്മളും ഇടയന്മാരാണ്. മാതാപിതാക്കള് ഇടയന്മാരല്ലേ? അപ്പൊ നമുക്കെല്ലാവർക്കും, മെത്രാനാണെങ്കിലും ദൈവത്തിന്റെ അജഗണമാണ്. മെത്രാന് ഇടയനാണ്, ആട്ടിൻകുട്ടിയാണ്. പുരോഹിതന്മാർ ഇടയന്മാരാണ്, ആട്ടിൻകുട്ടിയാണ്. മാതാപിതാക്കൾ അജഗണമാണ്, ഇടയന്മാരുമാണ്. എല്ലാവരും അങ്ങനെ, ടീച്ചർമാർ അങ്ങനെയാണ്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ രണ്ട് ദൗത്യമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട അജഗണമാണ്, എന്നാൽ നമുക്ക് ഇടയന്റെ ദൗത്യം നൽകിയിട്ടുണ്ട്. അതിനാൽ നമ്മിൽ നിന്ന് വേറിട്ട് പോയ ഈ ആടുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. ധനഹ പ്രത്യക്ഷപ്പെടല്, യേശുവിന്റെ പ്രത്യക്ഷപ്പെടല്, അത് ഈ അന്ന് യഹൂദന്മാർക്ക് കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ തന്നെ എന്ന് വെളിപ്പെടുന്നു. ആ ധനഹ ഇന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ എങ്കിലും അയച്ചു കൊടുത്ത് അവരോട് സുവിശേഷം പ്രഘോഷിച്ച് അവര് മരണത്തിൽ നിന്ന് മാറി ജീവനിലേക്ക്, അവര് നരകത്തിൽ കിടക്കുന്നുണ്ട്. നമുക്ക് വല്ല സന്തോഷമുണ്ടോ? യഹോവ സാക്ഷികള് നരകത്തിൽ കിടക്കുന്നുണ്ട്, നമുക്കൊരു സന്തോഷമില്ല. ഈ പെന്തക്കോസ്തക്കാരോ ദൈവസഭക്കാരോ അങ്ങനെ പോയാൽ നമുക്ക് സന്തോഷമുണ്ടോ? ഇല്ല. അവരെല്ലാവരും വന്നാലാണ് നമുക്ക് സന്തോഷം. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമവും മറ്റ് മതസ്ഥരോട് ഈ സുവിശേഷം പ്രസംഗിക്കാനുള്ള ആ തന്റെ ഇടവും നമുക്കുണ്ടാകട്ടെ. ശാന്തമായി സുവിശേഷം പ്രഘോഷിച്ചാൽ മതി. സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. ദ ഗോസ്പൽ ഇസ് ദ പവർ ഓഫ് സാൽവേഷൻ. നമ്മുടെ പ്രസംഗമല്ല, സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. അതിനാൽ സുവിശേഷം പ്രസംഗിക്കണം, പ്രഘോഷിക്കണമെന്ന് വീണ്ടും 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 ആവർത്തിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.